ഹായ് മക്കളെ, വെൽക്കം ടു SD's അക്കാഡമിക് അപ്ഡേറ്റ്സ്. ഇന്ന് ആയുഷ് കോഴ്സുകളിലെ ഏതെങ്കിലും ജോയിൻ ചെയ്യണം, അഡ്മിഷൻ എടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടിയിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുട്ടികൾക്കുള്ള ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് നമ്മൾ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആയുഷ് കൗൺസിലിംഗ് 2025 റൗണ്ട് 2 രജിസ്ട്രേഷനും പേയ്മെന്റിനുമുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകം കുട്ടികളോട് എടുത്തു പറയാനുള്ളത്, പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഇതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചോദിക്കും, ആയുഷിന്റെ റൗണ്ട് 2 നോട്ടിഫിക്കേഷൻ വന്നോ? ഇത് ചോദിക്കുന്ന സമയമാകുമ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടെ അവസരം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോ ഇത് ശ്രദ്ധയില്ലാത്തത് കൊണ്ട് നമ്മൾ പരീക്ഷ എഴുതി, നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്തു, എക്സാം എഴുതി, ആയുഷ് കോഴ്സുകൾ തന്നെ ഫോക്കസ് ചെയ്ത് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ചാൻസ് ആണ്, മിസ് ചെയ്യരുത്. ഓക്കെ, സോ വീഡിയോ നിർബന്ധമായും ഇതിന്റെ എല്ലാ പാർട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ അശ്രദ്ധ മൂലം എന്ത് ചെയ്യരുത്, ഇതിൽ ഏതെങ്കിലും ഡേറ്റോ ടൈമോ ഒക്കെ മാറുമ്പോഴാണ് നമുക്ക് ഇത് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ടാവുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ലിസൺ ഹിയർ. 2025 ആയുഷ് റൗണ്ട് 2 കൗൺസിലിംഗിൽ രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെന്റിനുള്ള നോട്ടിഫിക്കേഷൻ ആണ്. സെപ്റ്റംബർ 17 മുതൽ, ഡേറ്റ് ശ്രദ്ധിക്കണേ, സെപ്റ്റംബർ 17 മുതൽ സെപ്റ്റംബർ 22 വരെ ആണ് ഡേറ്റ് ഉള്ളത്. 22-ാം തീയതി 5 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. 22-ാം തീയതി 5 മണി വരെയേ സമയമുള്ളൂ. അതുകൊണ്ട് ഇനി 22-ാം തീയതി അവസാനത്തെ ദിവസം ആ 4:55 പോയി ചെയ്യാൻ നിൽക്കണ്ട. സൈറ്റ് ഹാങ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കും. അപ്പോൾ ഇവിടെ അതിന്റെ ഫസ്റ്റ് ഡേയ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. സെപ്റ്റംബർ 22 5 മണി വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. ചോയ്സ് ഫില്ലിങ്ങിന് ഉള്ള സമയം എന്ന് പറയുന്നത്, ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോയ്സ് ഫില്ലിങ്ങിന്, ഇത് രജിസ്ട്രേഷൻ ആണ്. ചോയ്സ് ഫില്ലിങ്ങും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾക്ക് അവസരമുള്ളത് സെപ്റ്റംബർ 18 മുതൽ 22 വരെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് നിങ്ങൾക്കറിയാലോ. ഇതെന്താണെന്നുള്ളത് കൃത്യമായി അറിയുന്ന കുട്ടികളായിരിക്കും ഈ വീഡിയോ കേൾക്കുന്നുണ്ടാവുക. ആയുഷ് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളത് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് അതിനുള്ള നോട്ടിഫിക്കേഷൻ. സ്വാഭാവികമായിട്ട് ഞാൻ വീണ്ടും പറയേണ്ടതില്ല. നിങ്ങളുടെ ചോയ്സ് ഫില്ലിങ്ങിന് ഉള്ള സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ 18 മുതൽ 22 വരെ. സെപ്റ്റംബർ 22 ആണ് കേട്ടോ. 11:55 PM, രാത്രി 11:55 വരെ, രാത്രി 11 PM ആണ്, 11:55 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ആർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സംശയം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ലാത്ത കുട്ടികൾ ഇതിലുണ്ടാവും. നീറ്റ് ക്വാളിഫൈഡ് ആണ്, ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയാൽ പോകാം എന്ന് വിചാരിക്കുന്ന ഒരു കാറ്റഗറി കുട്ടികൾ സ്വാഭാവികമായിട്ടും എന്താണ് അതർ ഓപ്ഷൻ, ഇനി ജോയിൻ ചെയ്യണോ ചെയ്യണ്ടേന്നൊക്കെ ഉള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. റൗണ്ട് 1 പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെയുള്ള ക്ലാരിഫൈഡ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ ഈ വീഡിയോയിൽ തരുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് ഇതിന്റെ എലിജിബിലിറ്റി ആർക്കാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നീറ്റ് UG 2025 ക്വാളിഫൈഡ് ആയ സ്റ്റുഡന്റ് ആയിരിക്കണം. നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ NTA സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത നിങ്ങളുടെ റിസൾട്ടിന്റെ സ്ലിപ്പിൽ വളരെ കൃത്യമായി നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ സൊല്യൂഷൻ കിട്ടും. റൗണ്ട് 1 രജിസ്റ്റർ ചെയ്യാത്ത, ശ്രദ്ധിക്കണം, റൗണ്ട് 1 രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് ഈ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ റൗണ്ട് 1 ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഇനി എന്റെ അവസരം പോയോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. റൗണ്ട് 1 രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് ഈ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ന്യൂ രജിസ്ട്രേഷൻ, അതായത് റൗണ്ട് 1 രജിസ്റ്റർ ചെയ്യാത്ത കുട്ടിയാണെങ്കിൽ പുതിയതായി ഇവിടെ രജിസ്റ്റർ ചെയ്യാം, ഫീ പേയ്മെന്റും ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പല കുട്ടികളും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക. എന്താ അറിയോ, ഈ ഫീ പേയ്മെന്റ് ചെയ്തിട്ട് വേണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, മറ്റ് ഓപ്ഷനുകളൊന്നുമില്ല, ഏതെങ്കിലും ഒരു ആയുഷ് കോഴ്സ് ആയിരുന്നു എനിക്ക് വേണ്ടത് എന്ന് പിന്നീടാണ് തോന്നുന്നത്. ആ തോന്നുന്ന സമയത്ത് ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ മുന്നിൽ അവസരമില്ല. അപ്പൊ അല്ലെങ്കിൽ തോന്നും രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുമല്ലോ കിട്ടിയില്ലെങ്കിൽ. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് ആണ്. നമ്മൾ ഈ ഒരു സീറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഏത് കോഴ്സ് ആണെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ എമൗണ്ട് പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, മിസ് ചെയ്യേണ്ടതില്ല. നിർബന്ധമായിട്ടും
ആയുഷിന്റെ റൗണ്ട് 1 രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ താല്പര്യമുള്ള ആയുഷ് കോഴ്സുകളിൽ ഏതെങ്കിലും പോകുമെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണം, ഫീ പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, ഇനി ആർക്കാണ് എലിജിബിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ റൗണ്ട് 1 രജിസ്റ്റർ ചെയ്തു പക്ഷേ കിട്ടിയില്ല, അലോട്ടഡ് ആയിരുന്നില്ല. അപ്പൊ റൗണ്ട് 1 അലോട്ടഡ് അല്ലാത്തതുകൊണ്ട് ഇനിയുള്ള റൗണ്ടുകളിലൊന്നും അലോട്ടഡ് ആവില്ല എന്ന് വിചാരിക്കരുത്. സീറ്റിന്റെ വാക്കൻസിക്ക് അനുസരിച്ച് നിങ്ങളുടെ അവസരങ്ങൾ അവിടെ കിടക്കാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റൗണ്ട് 1 രജിസ്റ്റർ ചെയ്തു, കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഈ റൗണ്ടിന് എലിജിബിൾ ആണ്. മറന്നുപോകരുത്, എലിജിബിൾ ആണ്. പിന്നീട് ആർക്കാ പറ്റുക വെച്ചാൽ റൗണ്ട് 1 രജിസ്റ്റർ ചെയ്തു, അലോട്ട് ചെയ്തു, എന്നിട്ട് ഒരു കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് തോന്നാണ് അതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് യോഗയാണ് കിട്ടിയത്, നിങ്ങൾക്ക് ആയുർവേദത്തിൽ അപ്ഗ്രേഡ് ആയാൽ കൊള്ളാവുന്നുണ്ട്, അല്ലെങ്കിൽ ആയുർവേദം തന്നെ നിങ്ങൾക്ക് കിട്ടി, അതിനേക്കാൾ നല്ലൊരു കോളേജ് നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾ പുതിയതായിട്ട് ഫീ ഒന്നും അടയ്ക്കേണ്ട, റൗണ്ട് 1 അടച്ച ഫീ മാത്രം മതി. പുതിയതായി നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊരു നല്ല ക്യാമ്പസിലേക്ക് അപ്ഗ്രേഡ് ആവാനുള്ള സാധ്യത ഈ റൗണ്ടിൽ ഉണ്ട്. മിസ് ചെയ്യരുത്. ഓക്കെ, സോ രജിസ്ട്രേഷൻ റൗണ്ട് 1 ചെയ്തു, അലോട്ടഡ് ആയി, എന്നിട്ട് ജോയിൻ ചെയ്തു. നിങ്ങൾ പുതിയ ഒരു ക്യാമ്പസിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു കോഴ്സിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവോ? അപ്ഗ്രേഡ് ചെയ്താൽ മതി. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ചോയ്സും കൂടെ ഫില്ല് ചെയ്യണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, കിട്ടിയാൽ പോകും എന്ന് ഉറപ്പുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ കോളേജുകൾ മാത്രമേ നിങ്ങൾ ചോയ്സ് ഫില്ലിങ്ങിൽ പ്രിഫർ ചെയ്യാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഓക്കെ, മറ്റൊന്ന്, റൗണ്ട് 1 രജിസ്റ്റർ ചെയ്തു, അലോട്ട് ചെയ്തു, പക്ഷേ ജോയിൻ ചെയ്തില്ല, ഫ്രീ എക്സിറ്റ് ആയ ഒരാളാണെങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാം? ഈ കോഴ്സ്, ഈ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ റൗണ്ട് 2 പങ്കെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾ ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദർ ഇസ് നോ അഡീഷണൽ ഫീ. ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ മുന്നിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആശങ്കകൾക്ക് ഒരു പക്ഷേ ഈ ഒരു ചോയ്സ് ഫില്ലിങ്ങോടുകൂടി തീരുമാനമാവും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, എലിജിബിലിറ്റി നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ക്ലിയർ ആയല്ലോ. അപ്പോ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിൽ നിർബന്ധമായും എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ആൻഡ് ഫീ പേയ്മെന്റ് ചെയ്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, വീണ്ടും പറയാണ്, നിങ്ങൾ അടയ്ക്കുന്ന ഫീ എന്ന് പറയുന്നത്, രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് 2000 റുപ്പീസോളായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഒരു ടോക്കൺ ഫീയും കൂടെ ഉണ്ടാവും. ഓക്കെ, അത് അടച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കോഴ്സിലേക്ക് നന്നായി നിങ്ങൾക്ക് ഇതിനോട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം. ഇനി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നത് സെപ്റ്റംബർ 25-നാണ്. 25-ാം തീയതി റിസൾട്ട് വരും. 25-ാം തീയതി റിസൾട്ട് വന്നാൽ നിങ്ങൾക്ക് 2 സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നു. ഒന്ന്, നിങ്ങൾ അലോട്ടഡ് ആവാം. എന്ന് വെച്ചാൽ ഇഫ് യു ആർ എലിജിബിൾ ആൻഡ് യു ആർ ലക്കി ഇനഫ്, നിർബന്ധമായും നിങ്ങൾ അലോട്ടഡ് ആവും. അങ്ങനെ അലോട്ടഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള ചോയ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടിയ ഏത് കോളേജാണോ അവിടെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, അയ്യോ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച കോളേജ് കിട്ടിയില്ല, അതിന്റെ താഴെയുള്ള ഒരു കോളേജ് ആണല്ലോ കിട്ടിയത് എന്നൊരു പ്രശ്നം വരികയാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട. റൗണ്ട് 3 നിങ്ങൾക്ക് കടക്കാം. അവിടെ നിങ്ങൾക്ക് ഇതേപോലെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, റൗണ്ട് 1 കിട്ടിയവർക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്ന്. അതേപോലെ റൗണ്ട് 2 കിട്ടിയ ആളുകൾക്ക് റൗണ്ട് 3 എന്ത് ചെയ്യാൻ പറ്റും? അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അലോട്ട് ചെയ്തു, നിങ്ങൾ ജോയിൻ ചെയ്തില്ല, ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ സംഭവിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അടച്ച രജിസ്ട്രേഷൻ ഫീസും അതോടൊപ്പം തന്നെ ടോക്കൺ ഫീയും കംപ്ലീറ്റ്ലി പോകും. എന്ന് വെച്ചാൽ കിട്ടിയാൽ പോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യാവൂ, അല്ലെങ്കിൽ ആ പൈസ പോയി. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ അലോട്ടഡ് ആയില്ല, അപ്പോഴോ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു, നിർബന്ധമായി എനിക്കിത് കിട്ടണം, കിട്ടിയില്ല നിർഭാഗ്യവശാൽ, അങ്ങനെയാണെങ്കിൽ യു ഹാവ് ചാൻസ്, നിങ്ങൾക്ക് റൗണ്ട് 3 പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു റൗണ്ടിൽ നമ്മൾക്ക് വിധിച്ചതാണെങ്കിൽ ആ സീറ്റ് നമ്മൾക്ക് തന്നെ കിട്ടും. അപ്പൊ റൗണ്ട് 3 പോകാം, അഥവാ അലോട്ടഡ് ആയില്ലെങ്കിൽ. ശ്രദ്ധിക്കുക, അലോട്ടഡ് ആയ ആളുകൾക്കാണ് കൂടുതൽ കാര്യം ശ്രദ്ധിക്കാനുള്ളത്. അലോട്ടഡ് ആയ ആളുകൾ ജോയിൻ ചെയ്താൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫീ നഷ്ടപ്പെടും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ആൻഡ് ദെൻ R1 റൗണ്ട് 1 അലോട്ടഡ് ആയ
റൗണ്ട് 2-ൽ അപ്ഗ്രേഡ് ചെയ്ത ആളുകൾ നിർബന്ധമായും ജോയിൻ ചെയ്യണം. വേറെ ഓപ്ഷൻ ഇല്ല, നിർബന്ധമായും ജോയിൻ ചെയ്യണം, മസ്റ്റ് ജോയിൻ. അതല്ല എങ്കിൽ R1-ൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയിരുന്നു, നിങ്ങൾ റൗണ്ട് 2-ൽ പങ്കെടുത്തത് കുറച്ചും കൂടെ മികച്ച ഒരു ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ മികച്ച ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ റൗണ്ട് 2-ൽ പങ്കെടുത്തപ്പോൾ നിങ്ങൾ കൊടുത്ത ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ളത് മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ അപ്ഗ്രേഡ് ചെയ്യുന്ന ആളുകൾ. അങ്ങനെ അത് കിട്ടി എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് 1-ലെ നിങ്ങളുടെ സീറ്റ് ഗോൺ, അത് പോയി, റൗണ്ട് 1-ലെ സീറ്റ് പോയിരിക്കുന്നു. ഇനിയോ അടച്ച ഫീസും പോയി, ഈ രണ്ട് സാധനം പോയി. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ അവസരം പോയിന്ന്. ഇല്ല, അവസരം ഇപ്പോഴും പോയിട്ടില്ല, പൈസയെ പോയിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൗണ്ട് 3-ൽ നിന്ന് വീണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, ഈ ഫ്രീ എക്സിറ്റിന് എന്തെല്ലാം അവൈലബിൾ ആണോ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഫീസ് എന്ത് ചെയ്യേണ്ടി വരും, രണ്ടാമത് വീണ്ടും അടയ്ക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യത്രേ ഉള്ളൂ. നിങ്ങളുടെ മുന്നിലുള്ള ഒരു അവസരമാണ്, മിസ് ചെയ്യേണ്ടതില്ല. ആയുഷ് കോഴ്സുകൾ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഈ റൗണ്ടിൽ പങ്കെടുക്കണം. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങളുടെ കമ്മ്യൂണിറ്റി വഴിയും അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ നിങ്ങൾക്ക് SDS അക്കാഡമിക് അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ട് കൃത്യമായി ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ മെസ്സേജിലൂടെ ചോദിക്കേണ്ടതുള്ളൂ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം കൃത്യമായി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, സീ യു, ബൈ ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.